ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായത് അപൂർണമായി ഭവിക്കുക എന്നാണ്. അപൂർണത എന്നാൽ ഉണ്ടാവുക, നിലനിൽക്കുക, തിരോഭവിക്കുക. നാശം ഒന്നിനും സംഭവിക്കുന്നില്ല, നശിക്കുകയല്ല, മാറ്റത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. അതാണ് സൃഷ്ടി, അതാണ് അപൂർണത എന്ന് പറയുന്നത്. എന്നാൽ ചില മനുഷ്യർ, എല്ലാ വസ്തുക്കളും അപൂർണമാണ്, എല്ലാ മനുഷ്യരും അപൂർണരാണ്. ആ പൂർണ്ണതയുമുണ്ട്, അപൂർണതയുമുണ്ട്. എന്നാൽ ചിലർ ഒരു വ്യക്തിയിലുള്ള അപൂർണതയെ അല്ലെങ്കിൽ ന്യൂനതകളെ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ചിലരാവട്ടെ ഒരു മനുഷ്യനിലുള്ള നന്മയെ കാണും. നന്മയെ കണ്ട് സന്തോഷിക്കുന്നതിന് പകരം തിന്മയെ കണ്ട് ദുഃഖിക്കുകയാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതിനാൽ നാം എപ്പോഴും നന്മ കാണാൻ പരിശ്രമിക്കണം. ന്യൂനത കാണാതിരിക്കൂ, എങ്ങും പൂർണ്ണത കാണാൻ ശ്രമിക്കൂ. ഈശ്വരാരാധനം പൂർണ്ണ മനസ്സോടെ നിർവഹിച്ചിടുവീനെന്നും. ന്യൂനത കാണാതിരിക്കൂ, എങ്ങും എവിടെയും ന്യൂനത അല്ലെങ്കിൽ പോരായ്മ കാണാതിരിക്കൂ. ന്യൂനത കാണാതിരിക്കൂ, എങ്ങും പൂർണ്ണത കാണാൻ ശ്രമിക്കൂ. പൂർണ്ണതയുമുണ്ട്, പോരായ്മയുമുണ്ട്. അതിൽ ആ പൂർണ്ണതയെ കാണാൻ പരിശ്രമിക്കൂ. ഈശ്വരാരാധനം പൂർണ്ണ മനസ്സോടെ. ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സ്, തന്നെയും തൻ്റേതിനെയും സർവദാ സർവേശ്വരനിൽ സമർപ്പിക്കുന്നതാണ് പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ആരാധന. ഈശ്വരാരാധനം പൂർണ്ണ മനസ്സോടെ. തന്നെ പകുതി കൊടുക്കുക, പകുതി കൊടുക്കാതിരിക്കുകയല്ല, തന്നെയും തൻ്റേതിനെയും സർവേശ്വരന് സമർപ്പിക്കുക എന്നതാണ് ഈശ്വര ആരാധന എന്ന് പറയുന്നത്. അത് നിർവഹിച്ചിടുവീനെന്നും. അതാണ് നമ്മൾ എന്നും ചെയ്യേണ്ടത്. എന്നും നാം ചെയ്യേണ്ടത് എന്താ? പരിപൂർണമായും നമ്മെ തന്നെ സർവേശ്വരന് സമർപ്പിക്കുക. ആ വാസ്തവത്തിൽ ആ സർവേശ്വരനിൽ നിന്നും രൂപാന്തരപ്പെട്ട ഒരു ഉപാധി മാത്രമാണ് നാം ഓരോരുത്തരും. വെള്ളത്തിൽ നിന്നും ഒരു കുമിള ഉണ്ടായതുപോലെ വെള്ളത്തിൽ നിന്നും ഒരു കുമിളയുണ്ടായി. കുറച്ച് സമയം ആ കുമിള ആ വെള്ളത്തിൽ നിലനിന്ന് അത് അവസാനം വെള്ളത്തിൽ തന്നെ ലയം പ്രാപിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് ഒരു തിരയുണ്ടായി, കുറച്ച് സമയം നിലനിന്ന് ആ തിര സമുദ്രത്തിൽ തന്നെ ലയിക്കുന്നത് പോലെയാണ് നാം ഓരോരുത്തരും. ആ പരമമായ സത്യത്തിൽ നിന്നും, ആ പൂർണ്ണതയിൽ നിന്നും, പൂർണ്ണമായ അതിൽ നിന്നും നാം രൂപാന്തരപ്പെട്ടു. കുറച്ച് സമയം നിലനിന്ന് ആ രൂപാന്തരപ്പെട്ടതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അത് കുറച്ചു കാലം നിലനിൽക്കുന്നതിനെ ജീവിതം എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ ആ ഉപാധി നഷ്ടപ്പെടുന്നു. അതാണ് മരണം എന്ന് പറയുന്നത്. ജീവിതം ആദ്യം ജനനം, ജീവിതം, മരണം. ഈ മൂന്നും ഉള്ളതാണ് അപൂർണത. ഈ മൂന്നും ഉള്ളതിനാണ് പൂർണ്ണതയിൽ നിന്നും നാം മറ്റൊന്നായി രൂപാന്തരപ്പെടുന്നത്. അതിന് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആ സർവേശ്വരൻ്റെ ഒരു ലീല മാത്രമാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ഇതിൽ സത്യത്വം ഭ്രമിക്കുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. നമുക്ക് ഈ പരമാർത്ഥം അറിഞ്ഞാൽ ഈ സൃഷ്ടിയിലോ സ്ഥിതിയിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ അല്ലെങ്കിൽ പരിണാമത്തിലോ ഒന്നും ഭ്രമിക്കേണ്ടതായിട്ടോ ദുഃഖിക്കേണ്ടതായിട്ടോ ഇല്ല. ഇതെല്ലാം സത്യമാണെന്ന ആ ബുദ്ധി
ആണ് നമുക്ക് എല്ലാ വ്യഥകൾക്കും കാരണമായിരിക്കുന്നത്. വാസ്തവത്തിൽ ഇവയൊന്നും തന്നെ സത്യമല്ലെന്നും ഇവിടെ അല്പകാലം കഴിച്ചു കൂട്ടാൻ വേണ്ടി വന്നവരാണ് നാമെന്നും ബോധിച്ച് ഈ സൃഷ്ടിവിഹാരങ്ങളെ കണ്ട് ആസ്വദിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇതൊക്കെ എൻ്റേത്, ഇത് ഞാൻ എന്നീ രണ്ട് ഭാവം വളർത്തി തീരാവ്യഥയിൽ ആണ്ടുപോകുന്നു ഓരോ മനുഷ്യരും. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആരാണെന്നും നാം എന്തിനു വേണ്ടിയാണ് വന്നതെന്നും നാം എങ്ങോട്ടാണ് പോകുന്നതെന്നും നാം എവിടെ നിന്നാണ് വന്നത് എന്നും ഉള്ള പരമസത്യം ബോധിച്ചാൽ ജീവിതം ആനന്ദപ്രദമായി. ന്യൂനത കാണാതിരിക്കൂ എന്നും പൂർണ്ണത കാണാൻ ശ്രമിക്കൂ. ഈശ്വരാരാധനം പൂർണ്ണ മനസ്സോടെ നിർവഹിച്ചിടുവീനെന്നും. ഹരേ